ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMD. നമ്മൾ ഇന്ന് 9ാം ക്ലാസ്സിലെ 4ാമത്തെ യൂണിറ്റ് ആയ മൾട്ടിപ്ലിക്കേഷൻ ഐഡന്റിറ്റീസ് എന്ന പാഠഭാഗത്തിലെ പ്രോഡക്റ്റ് വിത്ത് സം ആൻഡ് ഡിഫറൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രോഡക്റ്റ് വിത്ത് ഡിഫറൻസും പഠിച്ചു, അതിനു മുമ്പ് പ്രോഡക്റ്റ് വിത്ത് സമ്മും പഠിച്ചു. ഇന്ന് നമ്മൾ പ്രോഡക്റ്റ് വിത്ത് സം ആൻഡ് ഡിഫറൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. നമുക്കൊരു എക്സാമ്പിളിലൂടെ പഠിക്കാം. 14 into 59. 14 into 59. ഈ 14 നമുക്ക് എങ്ങനെ എഴുതാം? 10 plus 4 is 14. 59 എന്ന് പറയുന്നത് ക്ലോസ് ടു 60, 60നോട് അടുത്തുള്ളതാ. 60 ഒന്ന് കുറച്ചാൽ എന്ത് കിട്ടും? 59 കിട്ടും. ഇനി നമുക്ക് ഇതങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. നമ്മൾ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന കണക്ക് 10 into 60 plus 10 into minus 1 plus 4 into 60 plus 4 into minus 1. Okay, equals 10 into 60 is 600. But positive into negative is negative, minus 10. രണ്ടും പോസിറ്റീവ്, അതുകൊണ്ട് പോസിറ്റീവ്. 60 into 4 is 240 പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്. ഇവിടെ നോക്കിയേ, രണ്ട് ടേം മൈനസും രണ്ടെണ്ണം പ്ലസും ആണ്. അപ്പൊ ഈ പ്ലസ് രണ്ടും കൂടെ ആഡ് ചെയ്യാം. 600 പ്ലസ് 240, അത് രണ്ടും നമുക്ക് ആദ്യം വേണമെങ്കിൽ അടുത്തങ്ങ് എഴുതാം. 600 പ്ലസ് 240, പിന്നെന്താണ് മൈനസ് 10 മൈനസ് 4. അപ്പൊ 600 പ്ലസ് 240 എന്ന് പറയുമ്പോൾ എത്ര വരും? 840. രണ്ടും മൈനസ് ആകുമ്പോൾ ആഡ് ആൻഡ് പുട്ട് നെഗറ്റീവ് സൈൻ, കൂട്ടിയിട്ട് കുറയ്ക്കുക. രണ്ടും കൂട്ടിയിട്ട്, അതായത് ഒരു മൈനസ് സൈൻ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നു. മൈനസ് പുറത്തെടുക്കുകയാണെങ്കിൽ 10 പ്ലസ് 4 കൂട്ടിയിട്ട് ഒരുമിച്ച് അങ്ങ് കുറച്ചാൽ മതി. മനസ്സിലായല്ലോ? മൈനസ് 40. 840 മൈനസ് 40 എത്ര കിട്ടും? 826. അപ്പൊ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. 600 10 കുറയ്ക്കുക, പിന്നെ 240 കൂട്ടുക, പിന്നെ 4 കുറയ്ക്കുക. അങ്ങനെ ചെയ്താലും നമുക്ക് 826 തന്നെ ആൻസർ കിട്ടും. അപ്പൊ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. 52 into 19. 52 നമുക്ക് എന്താ എഴുതാം? 50 പ്ലസ് 2. എല്ലാം സീറോയുടെ അടുത്തുള്ള നമ്പർ ആകുമ്പോൾ സീറോ ഉള്ള നമ്പർ വേണം എടുക്കാൻ. ഇവിടെ 19 ക്ലോസ് ടു 20, അപ്പൊ 20 മൈനസ് 1. എന്തിനാ അങ്ങനെ എടുക്കുന്നതെന്നറിയോ? മൾട്ടിപ്ലിക്കേഷൻ ഈസി ആവാൻ വേണ്ടി. 50 into 20 പ്ലസ് എന്താണ് 50 into മൈനസ് 1 പ്ലസ് 2 into 20 പ്ലസ് 2 into മൈനസ് 1. അപ്പൊ എത്ര കിട്ടി? 50 into 20 നമുക്കറിയാം എത്ര കിട്ടും? 1000. 50 into മൈനസ് 1 മൈനസ് 50. 2 into 20 പ്ലസ് 40. ഇവിടെ മൈനസ്. നോക്കിക്കേ, രണ്ട് ടേം നെഗറ്റീവ്, രണ്ട് ടേം പോസിറ്റീവ്. 1000 പ്ലസ് 40 1040 മൈനസ് 50 പ്ലസ് 1 51. രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ രണ്ടും കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് നെഗറ്റീവ് സൈൻ ഇട്ടാൽ മതി. അപ്പൊ നമുക്ക് എത്ര ആൻസർ കിട്ടുന്നത്? 1040ന്ന് 51 കുറയ്ക്കുക. അപ്പൊ എത്ര വരും? 1040 മൈനസ് 50. ഇവിടെ എത്ര? 9. ഇവിടെ 3 ആണ് അല്ലെ? 13. 8 9. 989 എന്ന് ആൻസർ കിട്ടും. 989. ഓക്കെ. അപ്പം ഇനി ഇത് നമുക്ക് ഓൾജിബ്ര ഉപയോഗിച്ച് എഴുതിയാൽ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കാം. നമുക്കപ്പോൾ പുതിയൊരു ഐഡന്റിറ്റി കിട്ടും, അത് നമുക്ക് എഴുതാം. ഓക്കെ, 101 into 14 എത്ര? 100 പ്ലസ് 1. ഇതിപ്പോ 50യുടെ അടുത്ത അല്ലെ? 50 മൈനസ് 2. അപ്പം എന്താണ് ഇത്? എക്സ്
ഇത് എന്താണ് y, ഇത് u, ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 100 into 50 plus 100 into -2 plus 1 into 50 plus 1 into -2. നമുക്ക് ഇതില് ഇത് 100 x ആണ്, അതുകൊണ്ട് നമുക്ക് ഇവിടെ x, ഇവിടെ എന്താണ് 50 ഏതാണ് u. അപ്പൊ ഇത് x plus y എന്ന് നമുക്ക് ഐഡന്റിറ്റി ചെയ്താം. 101 എന്ന് പറയുന്ന x plus y into u minus v. x plus y into u minus v. അപ്പൊ എന്താണ് 100ഉം 50, ഇത് x, ഇത് u. അപ്പൊ നമുക്ക് xu പ്ലസ് എന്താണ് 100, എന്താണ് ഇവിടെ പ്ലസ് ഇൻറ്റു മൈനസ് മൈനസ്, അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആദ്യം മൈനസ് ഇടാം. xu xv പ്ലസ് മൂന്നാമത്തെ ടേം പ്ലസ് ആണ് yu മൈനസ് y. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐഡന്റിറ്റി. രണ്ടും പ്ലസിന്റെ പഠിച്ചു, രണ്ടും മൈനസിന്റെ പഠിച്ചു. ഇനിയിപ്പോ ഒരു പ്ലസും ഒരു മൈനസും ആണ്. x plus y into u minus v equals xu minus xv plus yu minus yv. എന്താണ് for any positive numbers x, y, u and v. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഐഡന്റിറ്റി. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കിക്കേ. 51 into 39. 51 നമുക്ക് എങ്ങനെ എഴുതാം? 50 plus 1. ഇതിനെങ്ങനെ എഴുതാം? 39 40 minus 1. അപ്പൊ നമ്മൾ ഈ ഇവിടുത്തെ ഐഡന്റിറ്റി നോക്കിക്കേ. ഇവിടെ രണ്ടിടവും ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്. ഇത് നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്ന? 50 into 40 plus 50 into -1 plus 1 into 40 plus 1 into -1. ഇതിപ്പം ഏതിന്റെ ഫോമായി നോക്കിക്കേ? x plus 1 into ഏതാണ് നമ്മൾ പഠിച്ചല്ലേ? x plus 1 into y minus 1. ഇത് x, ഇത് അപ്പൊ x plus 1 into equals 1000 അല്ലല്ല 5 4 20 2000 minus 50 plus 40 minus 1. 2040 minus 51 എത്ര വരും? 51. 9 ഇവിടെ 8 9 1 1989 എന്ന് ആൻസർ കിട്ടും. ഇത് നമുക്ക് x plus 1ഉം y minus 1ഉം ആയിട്ട് ഇത് ഐഡന്റിറ്റി ആയിട്ട് എഴുതാം. x plus 1 into y minus 1 equals എന്താണ്? xy രണ്ടാമത്തെ ടേം നെഗറ്റീവ്, xy മൈനസ് എക്സ് പ്ലസ് വൈ പ്ലസിന്റെ മൈനസ്. ഇതാണ് നമ്മുടെ അടുത്ത ഐഡന്റിറ്റി. അപ്പൊ എക്സ് പ്ലസ് 1 into y minus 1 equals xy minus x plus y minus 1. ഇത് തിരിച്ചു ആകാം. എക്സ് മൈനസ് 1 into y plus 1 ആകാം. അപ്പം ഇത് ആദ്യം ഇവിടെ പ്ലസ് വരും, ഇപ്പുറത്ത് മൈനസ് വരും. ഓക്കെ, അപ്പൊ അതും കൂടി നമുക്ക് എഴുതാം. എക്സ് മൈനസ് 1 into y plus 1 equals xy പ്ലസ് മൈനസ് മൈനസ് ഇങ്ങനെ വരും.
മനസ്സിലായോ? എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽസ് എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ. ഇതും കൂടെ അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് നമുക്ക് എഴുതാം. ഓക്കെ, അങ്ങനെ രണ്ട് രീതിയിൽ വരാം. മൈനസ് ഇൻറ്റു പ്ലസും മൈനസ്, പ്ലസ് ഇൻറ്റു മൈനസ് അതും മൈനസ് ആയി. ഓക്കെ, നമുക്കിനി പ്രോബ്ലംസ് ചെയ്യാം. പേജ് നമ്പർ 82. പേജ് നമ്പർ 82-ലെ ക്വസ്റ്റ്യൻ നമ്പർ 1. The product of two numbers is 713 and their difference is 8. അതായത് രണ്ട് സംഖ്യകളുടെ ഗുണനഫലം 713 അവയുടെ വ്യത്യാസം 8. അടുത്ത അതിന് രണ്ട് സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, വാട്ട്സ് ദ പ്രോഡക്റ്റ് ഓഫ് ദ ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. അതില് വലിയ സംഖ്യയുടെ 1 കൂടുകയും ചെറിയ സംഖ്യയിൽ നിന്ന് 1 കുറയുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഗുണനഫലം എത്ര എന്ത്. രണ്ടാമത്തെ പാർട്ട്, വാട്ട്സ് ദ പ്രോഡക്റ്റ് ഓഫ് ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് ദ സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1. അപ്പൊ വലുത് 1 കുറയുകയും ചെറു 1 കൂടുകയും ചെയ്താൽ ഉണ്ടാകുന്ന ഗുണനഫലം എത്ര. ഇതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എളുപ്പമാണ്. നമ്മൾ കഴിഞ്ഞ കുറച്ചു മുമ്പ് പഠിച്ച ഐഡന്റിറ്റീസ് ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നമ്പർ എക്സ് എന്നും വൈ എന്നും എടുക്കാം. ലെറ്റ് ദ ലാർജർ നമ്പർ ബി, ലെറ്റ് ദ ലാർജർ നമ്പർ ബി എക്സ് and that of smaller number, b y, അതിന്റെ പ്രോഡക്റ്റ് പറയുന്നുണ്ട്. The product equals 713. That is xy is equal to 713. പിന്നെ അതിന്റെ ഡിഫറൻസ് പറയുന്നുണ്ട്. എക്സ് മൈനസ് വൈ ഇസ് ഈക്വൽ ടു 8. ഇത് രണ്ടുമാണ് നമുക്ക് തന്നിരിക്കുക. ഇത് വെച്ചിട്ടാണ് നമുക്ക് ഫസ്റ്റും സെക്കൻഡും പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ലാർജർ നമ്പർ ഇൻക്രീസ്ഡ് ബൈ 1 എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 1, സ്മോളർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 എന്ന് പറയുമ്പോൾ വൈ മൈനസ് 1. ഇത് ഫസ്റ്റ് പാർട്ടാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പ്രോഡക്റ്റ് എത്രയാന്ന് നോക്കാം. ആദ്യം മൾട്ടിപ്ലൈ എക്സ് വൈ മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 1 ഈക്വൽസ് എക്സ് വൈ. ഇതിൽ നിന്ന് ഒരു മൈനസ് സൈൻ പുറത്തെടുക്കുകയാണെങ്കിൽ ഈ പ്ലസ് എന്തായിട്ട് വരും? മൈനസ് ആയിട്ട് വരും അല്ലേ? നമ്മള് പഠിച്ചിട്ടുണ്ട്. നെഗറ്റീവ് പുറത്തെടുക്കുമ്പോൾ ഇത് നെഗറ്റീവ് പോസിറ്റീവ് ആവും, ഈ പോസിറ്റീവ് എന്താവും? നെഗറ്റീവ് ആവും. മൈനസ് 1. എക്സ് വൈ നമുക്കറിയാം 713 മൈനസ് എക്സ് മൈനസ് വൈ നമുക്കറിയാം 8 ആണെന്ന്. മൈനസ് 1. 713 മൈനസ് എക്സ് മൈനസ് വൈ 8. അപ്പൊ ഈ മൈനസ് ഉണ്ടോണ്ട് മൈനസ് 8 വന്നു. 713 നിന്ന് 9 പോയാൽ എത്ര കിട്ടും? 704 അല്ലേ? 704. 704 ആണ് ഫസ്റ്റ് പാർട്ടിന്റെ ആൻസർ. ഇനി സെക്കൻഡ് പാർട്ടിൽ എന്താ പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1. ലാർജർ നമ്പർ ഡിക്രീസ്ഡ് ബൈ 1 ആൻഡ് സ്മോളർ ഇൻക്രീസ്ഡ് ബൈ 1. നമുക്ക് എന്താ കിട്ടുക? ഇവിടെ എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽസ് എക്സ് വൈ പ്ലസ് എക്സ് മൈനസ് വൈ മൈനസ് 1 എന്ന് കിട്ടും. ഈക്വൽസ് ഇത് ഇങ്ങോട്ടങ്ങ് എഴുതാം. എക്സ് മൈനസ് 1 ഇൻറ്റു വൈ പ്ലസ് 1 ഈക്വൽസ് എക്സ് വൈ എത്രയാണ്? 713 പ്ലസ് എക്സ് മൈനസ് വൈ. എക്സ് മൈനസ് വൈ തന്നിട്ടുണ്ട്. എത്രയാ? 8 മൈനസ് 1. 713 പ്ലസ് 8 മൈനസ് 1 എത്ര വരും?
721 minus 1 equals 720. അപ്പോൾ നമ്മൾ സെക്കൻഡ് പാർട്ടിന്റെ ആൻസർ ആയി x minus 1 into y plus 1 equals 720. ഇതാണ് രണ്ടാമത്തെ പാർട്ടിന്റെ ആൻസർ. അപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി 3 ക്വസ്റ്റ്യൻസ് കൂടെ ഉണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണുമ്പോഴേക്കും ബൈ.